CPM പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആദ്യ പരിഗണന MA ബേബിക്ക്. കേരള, തമിഴ്നാട്, തെലങ്കാന ഘടകങ്ങളുടെ പിന്തുണയാണ് MA ബേബിക്കുള്ളത്. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് പരിചയമുള്ള അശോക് ധാവളയെ ജനറൽ സെക്രട്ടറിയാക്കുന്നത് ഗുണം ചെയ്യുമെന്ന് ബംഗാൾ ഘടകം മുന്നോട്ട് വെക്കുന്നുണ്ട്. CPM പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും കൂടുതൽ യുവാക്കൾ എത്തും. 75 വയസ്സെന്ന പ്രായപരിധി തുടരും. മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമായിരിക്കും പ്രായപരിധിയിൽ ഇളവുണ്ടാവുക. മധുരയിൽ നിന്ന് കണ്ണൻ നായർ ചേരുന്നുണ്ട്. കണ്ണൻ, നാളെയാണ് ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ നിന്ന് ഒരിക്കൽ കൂടി ഒരു ജനറൽ സെക്രട്ടറി, CPMന്റെ ജനറൽ സെക്രട്ടറി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏവരും കാത്തിരിക്കുന്നത്. MA ബേബി അതിൽ പ്രഥമ പരിഗണനയിലുണ്ട് എന്നുള്ളത് അറിയുന്നു. ഇന്ന് MA ബേബിയുടെ പിറന്നാളാണ്. അറിയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, MA ബേബി CPMന്റെ മേജർ ജനറൽ ആകുമോ എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ചർച്ചകൾ അനുസരിച്ച് അങ്ങനെ തന്നെ നമുക്ക് അനുമാനിക്കാം. കാര്യം കേരളത്തിൽ നിന്ന് രണ്ടാമതൊരു ജനറൽ സെക്രട്ടറി കൂടി വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കേരള ഘടകത്തിന്റെ പിന്തുണ. ഒപ്പം തന്നെ പോളിറ്റ് ബ്യൂറോയിലെ സീനിയോറിറ്റി, ഡൽഹിയിൽ കേന്ദ്രമായി പ്രവർത്തിച്ചുള്ള പരിചയം, ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് MA ബേബിയെ പോലെയുള്ള ഒരു നേതാവിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. അതേസമയത്ത് തന്നെ ബംഗാൾ ഘടകം അശോക് ധാവളയുടെ പേര്, ബംഗാൾ ഘടകവും മഹാരാഷ്ട്ര ഘടകവും അശോക് ധാവളയുടെ പേര് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അശോക് ധാവളെ നാസിക്കിൽ നിന്ന് ഏതാണ്ട് 200 കിലോമീറ്റർ യാത്രയെ കർഷക മാർച്ച് നടത്തി ശ്രദ്ധ നേടുകയും പിന്നീട് പലതരത്തിലുള്ള കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള കർഷക മാർച്ചുകൾക്കൊക്കെ നേതൃത്വം നൽകിയ ഒരു വ്യക്തിയാണ്. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ആ പേര് കൂടി പരിഗണനയിലുണ്ട്. ഒപ്പം തന്നെ നിരോൽഫൽ ബസുവിൻ്റെ പേരുണ്ട്. ഒപ്പം തന്നെ BB രാഘവലു, ഈ പേരുകൾ കൂടി പരിഗണിക്കുന്നുണ്ട്. പക്ഷേ അവരെക്കാൾ ഉപരി MA ബേബി ഒന്നാമത് പരിഗണിക്കുന്നു, രണ്ടാമത് അശോക് ധാവളെ. അങ്ങനെയാണ് നിലവിലെ സാധ്യത. ഇന്ന് വൈകിട്ട് കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും ഉണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും നമുക്ക് അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുക. കാരണം ഒരു തലമുറ മാറ്റം കൂടി ഇത്തവണത്തെ കോൺഗ്രസിലൂടെ വരികയാണ്. വലിയ രീതിയിൽ പുതുമുഖങ്ങൾ എന്ന് പറയുമ്പോൾ യുവാക്കളുടെ കൂടുതൽ പങ്കാളിത്തം ഉണ്ടാകുമെന്ന് അറിയുന്നു. അതൊക്കെ ഏത് രീതിയിലായിരിക്കും? CPMൽ മുൻപ് ഒരു തലമുറ മാറ്റം ഉണ്ടായത് 92-ലാണ്. 92 പാർട്ടി കോൺഗ്രസിലാണ്. അന്ന് ഇപ്പോൾ PB കോർഡിനേറ്ററായിട്ടുള്ള പ്രകാശ് കാരാട്ട് കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച 2024 മരണമടഞ്ഞ സീതാറാം യെച്ചൂരി അടക്കമുള്ള യുവാക്കളെ പാർട്ടി നേതൃത്വത്തെ കൊണ്ടുവരുന്നു. 2005 പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറി ആകുന്നു. അതിനുശേഷം പിന്നീട് സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി ആകുന്നു. അങ്ങനെ ഒരു വലിയ നിരയെ വളർത്തിക്കൊണ്ടുവരാൻ 92 പാർട്ടി കോൺഗ്രസ് സാധിച്ചു. അതിന് സമാനമായ രീതിയിൽ ഒരു തലമുറ മാറ്റം വേണമെന്നുള്ളൊരു ആവശ്യം പശ്ചിമബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും അടക്കം മഹാരാഷ്ട്ര, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്ക് പാർട്ടി പ്രതിനിധികൾക്കുണ്ട്, നേതാക്കന്മാർക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ യുവ നേതാക്കന്മാരെ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലേക്കും പോളിറ്റ് ബ്യൂറോയിലേക്കും എത്തിക്കാനുള്ള ഒരു ചർച്ചകൾ നടക്കുന്നത്. ഒരു അന്തിമ തീരുമാനമായിട്ടില്ല, ഒരു ചർച്ചകൾ നടക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു തവണ കൂടി ഇളവുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. മാത്രമല്ല ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മലയാളി കൂടിയായിട്ടുള്ള ബിജു കൃഷ്ണൻ, കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ പ്രവർത്തിക്കുന്ന അരുൺകുമാർ യുവ നേതാവാണ്. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ തന്നെ PBയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു സാധ്യതയുണ്ട്. കേരളത്തിൽ നിന്ന് നിലവിലെ അവസ്ഥയിൽ ഒരു PB അംഗം കൂടി ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ പറയാനാകില്ല. അങ്ങനെ വരികയാണെങ്കിൽ യുവാക്കൾക്ക് ഒരു പ്രാധാന്യം നൽകുകയാണെങ്കിൽ MP ആയിട്ടുള്ള K രാധാകൃഷ്ണന് ഒരു പരിഗണന ഉണ്ടാകും. ഒപ്പം തന്നെ തുടർന്നോളൂ കണ്ണൻ. K രാധാകൃഷ്ണന് ഒരു പരിഗണന ഉണ്ടാകും. അല്ലാത്ത പക്ഷേ EP ജയരാജൻ്റെ പേര് തുടക്കത്തിൽ കേട്ടിരുന്നു. പക്ഷേ EP ജയരാജന് ഒരു ടൈം കൂടി മാത്രമായിരിക്കും കേന്ദ്ര കമ്മിറ്റിയിൽ അംഗമായിരിക്കാനുള്ള സാധ്യത. അതിനോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രായപരിധി കഴിയും. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് 75 വയസ്സിലേക്ക് അടുക്കുകയാണ്. മെയ് മാസമാണ് അദ്ദേഹത്തിന് 75 വയസ്സ് തികയുന്നത്. എന്തായാലും EP ജയരാജൻ്റെ പേര് നിലവിൽ ഒരു ചർച്ചയിലില്ല. പകരം യുവ നേതാക്കന്മാരെ ആരെങ്കിലും കേരളത്തിൽ നിന്ന് പരിഗണിക്കുകയാണെങ്കിൽ യുവ നേതാക്കന്മാരെ പരിഗണിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആലോചന. അതോടൊപ്പം ഈ കേരളത്തിൽ നിന്ന് 3 ഒഴിവുകൾ വരുന്നുണ്ടല്ലോ, അതിൽ പകരം പരിഗണിക്കുന്നത് ആരൊക്കെയാണ് CCയിലേക്ക്, കണ്ണൻ? കേരളത്തിൽ നിന്ന് 3 ഒഴിവുകൾ. ഒന്ന് കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ച ഒഴിവ്, PK ശ്രീമതി, AK ബാലൻ, ഈ ഒഴിവുകളാണുള്ളത്. അതിൽ TP രാമകൃഷ്ണൻ LDF കൺവീനർ എന്ന നിലയിൽ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തും എന്ന് ഉറപ്പായിട്ടുണ്ട്. രണ്ടാമത് കേൾക്കുന്ന പേര് PK ബിജുവിൻ്റേതാണ്. അതൊരു സാമുദായിക ഇക്വേഷൻ്റെ അടിസ്ഥാനത്തിൽ PK ബിജു കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തും എന്നാണ് നമുക്ക് രാവിലെയുള്ള ചർച്ചകൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ പേരുണ്ട്, മന്ത്രി VN വാസവൻ്റെ പേരുണ്ട്. ഒപ്പം തന്നെ TN സീമ, വനിതകളെ പരിഗണിക്കുകയാണെങ്കിൽ PK ശ്രീമതിക്ക് പകരം ഡോക്ടർ TN സീമ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ PK സൈരബ, J മേഴ്സിക്കുട്ടിയമ്മ, ഒരു പ്രവർത്തന പാരമ്പര്യവും ഒരു സീനിയോറിറ്റി പരിഗണിക്കുകയാണെങ്കിൽ J മേഴ്സിക്കുട്ടിയമ്മ അടക്കമുള്ള ആൾക്കാരെ പരിഗണിക്കും. MP രാജേഷ് സീനിയർ നേതാവാണ്, MP രാജേഷിൻ്റെ പേരടക്കമുണ്ട്. എന്നാലും ആദ്യത്തെ പട്ടിക പറയുകയാണെങ്കിൽ 1 TP രാമകൃഷ്ണൻ, 2 PK ബിജു, 3 TN സീമ. അങ്ങനെ നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം.